ഹലോ നമസ്കാരം. ഇപ്പോൾ ഇരിക്കുന്ന നമ്മുടെ മൺട്രോത്തുരുത്തിലുള്ള ബെൽഫാംസിലാണേ. നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോസ് ചെയ്ത് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ബെൽഫാംസ് എങ്ങനെയാണ് നമ്മുടെ മൺട്രോത്തുരുത്തിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടൂറിസം മൺട്രോത്തുരുത്തിൻ്റെ ടൂറിസം വികസനത്തിൻ്റെ ഒരു നാഴികക്കല്ലായി മാറിയ ബെൽഫുഡ്സ് ഗ്രൂപ്പ് കൊച്ചിയിൽ നിന്ന് എങ്ങനെയാണ് മൺട്രോത്തുരുത്തിലേക്ക് എത്തിയതിന് കാരണക്കാരായ ഇവിടുത്തെ മാനേജർ രഞ്ജിത്ത് ആർ കൃഷ്ണനും ശ്രീലത ചേച്ചിയാണ് എന്നോടൊപ്പം ഉള്ളത്. നമുക്കറിയേണ്ടത്, എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നതും ഇതിൻ്റെ ഒരു നാൾ വഴി ബെൽഫാംസ് ഇപ്പോൾ ഉള്ള ഈ ഒരു സ്ഥലം പണ്ട് എങ്ങനെയായിരുന്നു, രഞ്ജിത്ത് അണ്ണൻ്റെ സ്വന്തം സ്ഥലമായിരുന്നു ഇവിടേക്ക് എങ്ങനെയാണ് കൊച്ചിയിൽ നിന്നും ബെൽഫുഡ്സ് ഗ്രൂപ്പ് എത്തിയത്, ഇത്രയും കോടികൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ അവരെങ്ങനെ കാരണക്കാരായത് ഇവരാണ്. അപ്പം അതിൻ്റെ ഒരു നാൾ വഴിയാണ് നമുക്ക് അറിയേണ്ടത്. അപ്പം ഇവരോട് തന്നെ ചോദിക്കും. നമസ്കാരം, ഞാൻ രഞ്ജിത്ത് ആർ കൃഷ്ണൻ. ഇത് എൻ്റെ പ്രിയതമ ശ്രീലത രഞ്ജിത്ത്. മൺട്രോത്തുരുത്ത് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ ഏറെ പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം സ്ഥലം. 15 വർഷമായി ബെൽഫുഡ്സ് ഗ്രൂപ്പിലെ വിക്രമൻ സാർ, അതായത് ബെൽഫുഡ്സിൻ്റെ ഫൗണ്ടർ വിക്രമൻ സാറിൽ തുടങ്ങി ഇന്ന് എൻ്റെ ചെയർമാനായിട്ടിരിക്കുന്ന അറബ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡീനായിട്ടുള്ള ഡോക്ടർ ഷെർമോൻ PC എന്ന മനുഷ്യൻ ദൈവത്തിനെക്കാട്ടിലൊക്കെ മുകളിൽ കാണുന്ന അദ്ദേഹത്തിൻ്റെ കാരുണ്യം കൊണ്ട് എന്നിലേക്ക് മൺട്രോത്തുരുത്തിലേക്കും ബെൽഫാംസ് എന്നൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ ബെൽഫുഡ്സ് ഗ്രൂപ്പിന് കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ മഹാമനസ്കത കൊണ്ട്. ഇപ്പം രഞ്ജിത്ത് അണ്ണൻ 15 വർഷത്തോളം ബെൽഫുഡ്സ് ഗ്രൂപ്പിൽ വർക്ക് ചെയ്തിരുന്നു. അന്ന് ഞാൻ ബെൽഫുഡ്സിന്റെ ഭാഗമായിട്ട് കൊച്ചിയില് 15 വർഷത്തോളം ഉണ്ടായിരുന്നു. അപ്പം അവിടെയുള്ള ഒരു പരിചയമാണ് ഷെർമോൻ സാറിനെ ഈ മൺട്രോത്തുരുത്തിലേക്ക് എത്തിക്കുന്നത്. അതെ, ആ വിശ്വാസതയാണ് ഇന്ന് 6 കോടിയിലേറെ രൂപ ചെലവിട്ട് ഇവിടെ ഈ ഒരു ടൂറിസം ഗ്രാമത്തിന് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു ബെൽഫാംസ് എന്നൊരു ബ്രാൻഡ് ഇവിടെ ബിൽഡ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ആദ്യം ഈ ഷെർമോൻ സാർ ചിന്തിക്കുന്നത് ഇവിടെ ഒരു മീൻ കൃഷി, കരിമീൻ കൃഷി അല്ലെങ്കിൽ ചെമ്മീൻ കൃഷി, ആ ഒരു രീതിയിലല്ലേ മൺട്രോത്തുരുത്തിലേക്ക് മനാമി ചെമ്മീൻ കൃഷി ചെയ്യാനാണ് ആദ്യം കമ്പനിക്ക് സ്വന്തമായിട്ട്, ബെൽഫുഡ്സ് ഗ്രൂപ്പിന് സ്വന്തമായിട്ടൊരു ഫാമാണ് ആദ്യം നോക്കിയത്. അതിന് വേണ്ടിയിട്ട് വന്നു. പിന്നെ അവർക്ക് സാറിനൊക്കെ താമസിക്കാൻ വേണ്ടി 2 കോട്ടേജ് ചെയ്തു. അപ്പം നാട് ഓടുമ്പോൾ നടുവേ ഓടണമെന്നാണല്ലോ. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ആ ഒരു ട്രെൻഡിനനുസരിച്ച് ടൂറിസത്തിലേക്ക് സാർ ഇവിടെ വന്ന് താമസിച്ചപ്പോൾ സാറിന് അങ്ങനെ ഒരു ചാൻസ്. സാർ ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിക്കുന്ന ആളല്ലേ. അപ്പം നമ്മുടെ മൺട്രോത്തുരുത്തിലെ ടൂറിസം സാറ് പ്രതീക്ഷിച്ച് അതിനൊന്ന് വികസിപ്പിക്കണം എന്നൊരു താല്പര്യത്തോടു കൂടി ഈ ചെമ്മീൻ കൃഷിയിൽ നിന്ന് വിട്ട് ടൂറിസം ആ ഒരു ഇതിലേക്ക് മാറുകയായിരുന്നു അല്ലേ. ചെമ്മീൻ കൃഷിയുണ്ട്, എല്ലാ കൃഷിയും നിലനിർത്തിക്കൊണ്ട് ഫാം ടൂറിസം എന്ന ഒരു സ്വപ്ന പ്രൊജക്റ്റിലേക്കാണ് നമ്മളിപ്പം യാത്ര ചെയ്യുന്നത്. വനാമിയും ഞണ്ട്, കരിമീൻ എല്ലാം ഉൾപ്പെടെ, പിന്നെ പക്ഷിമൃഗാദികൾ എല്ലാം ഉൾപ്പെടുന്ന ഒരു പ്രൊജക്റ്റിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എത്രയും പെട്ടെന്ന് സാധിക്കും. അപ്പം അതിൻ്റെ ഉപോത്ബലകമായിട്ട് നമ്മുടെ ഗ്രാമവും അതിനനുസരിച്ചുള്ള പ്രത്യേകതകളുണ്ടാവും. അതായത് രഞ്ജിത്ത് അണ്ണന്റെ സ്ഥലമായിരുന്നല്ലേ ഇപ്പൊ ഈ ബെൽഫാംസ് നിൽക്കുന്ന ഈ സ്ഥലം. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് ഇന്ന് ബെൽഫാംസ് ആയിട്ട് മാറുന്നത്. മൺട്രോത്തുരുത്തുകാർക്ക് മാത്രമേ പണ്ട് ഈ സ്ഥലം, അതായത് ബെൽഫാംസ് നിൽക്കുന്ന ഈ റിസോർട്ട് നിൽക്കുന്ന സ്ഥലം പണ്ട് എങ്ങനെയായിരുന്നു എന്ന് അറിയത്തുള്ളൂ. ഇവിടെ വന്ന് ഈ 4 വർഷത്തിനകത്ത് ഈ വന്ന ഗസ്റ്റുകൾക്കൊന്നും തന്നെ മുന്നുണ്ടായിരുന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ച് അറിയത്തില്ല. അപ്പൊ നിങ്ങളുടെ സ്ഥലമായിരുന്നു, നിങ്ങൾ ജീവിച്ച് വളർന്ന സ്ഥലം. അപ്പൊ നിങ്ങൾക്ക് അല്ലേ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞങ്ങൾക്കൊക്കെ അറിയാൻ ആഗ്രഹമുണ്ടോ എന്തായിരുന്നു പണ്ട് ഈ സ്ഥലം? ഞാനിങ്ങനെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, നടന്നാൽ കാല് പൂഴ്ന്നു പോവും, മണ്ണിൽ മുട്ടോളം അങ്ങ് താഴ്ന്നു പോകുന്നൊരു സ്ഥലമായിരുന്നു. അവിടെ ഉള്ളവരെല്ലാം വിറ്റ് പൊയ്ക്കൊണ്ടിരുന്ന ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെയായിട്ട് മാറി ഇപ്പോഴത്തുള്ളൊരു കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത്. പണ്ടത്തെ ഉള്ളൊരു അണ്ണൻ്റെ ബാല്യകാലവും ആ ഒരു അനുഭവങ്ങളൊക്കെ ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരും. ഇവിടെ ഇഷ്ടംപോലെ കേരവൃക്ഷം, കരിക്കും എല്ലാം. ഞാൻ എൻ്റെ ബാല്യകാലത്തിൽ ജീവിതഗന്ധിയായ ഒരുപാട് സൂപ്പർ ഡൂപ്പർ ഹിറ്റ് സിനിമകൾ ഇറക്കേണ്ട കഥ, എൻ്റെ പ്രണയം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതെ, 8 വർഷത്തെ ജീവിത സബരിയാണ് ഈ ഇരിക്കുന്ന മഹതി ഇന്ന് കൂടെ കൂടിയത്. ഞങ്ങൾ ഏകദേശം ഇവിടുന്ന് വിട്ടുപോയിട്ട് 10 വർഷത്തോളമായി. ഈ സ്ഥലം വിട്ട് നിങ്ങൾ വേറെ സ്ഥലത്തേക്ക് മാറി. നമ്മുടെ വീട് ഇതിൽ അതിജീവനത്തിന്റെ ലോകത്ത് ഏറ്റവും മകുട ഉദാഹരണമായിരിക്കും. ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നേർക്കാഴ്ചയിലൂടെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രദേശമാണ് ബെൽഫാംസ് ഇന്ന് സ്ഥിതി ചെയ്യുന്നത്. ഒരുപക്ഷെ ആരും ഇത്ര റിസ്ക് എടുക്കത്തില്ല. ഷെർമോൻ സാറിന്റെ കണക്ക് ഇത്ര റെയിൽവേ ലൈന് പടിഞ്ഞാറ് വശം ആരും എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്ത് ഫുള്ള് ചെളിയായി രൂപപ്പെട്ട ഒരു നിങ്ങളുടെ വീട് എങ്ങനെ? വീട് ഇവിടെ ഉണ്ടായിരുന്നു? അതെ, വീട് ഇവിടെ ഉണ്ടായിരുന്നു, പഴയ വീടുണ്ടായിരുന്നു. അത് 10 വർഷത്തിന് ഞങ്ങൾ പോയിട്ട് 10 വർഷം ഇവിടെ കാടങ്ങ് രൂപപ്പെട്ടു. കാടങ്ങ് വലിയ കാടായിട്ട് രൂപപ്പെട്ടു. കണ്ടലിന്റെ കുറെ വെറൈറ്റികളെല്ലാം കൂടെ രൂപപ്പെട്ട് കഴിഞ്ഞ് അത് ഇന്ന് വൃത്തിയായി. 10 വർഷം മുൻപ് നിങ്ങൾ ഇവിടെ നിന്ന് താമസം മാറി?
എന്ന് വെച്ചാൽ ഇവിടെ താമസിക്കാൻ സൗകര്യക്കുറവ് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അതുകൊണ്ടാണോ മാറിയത്? തീർച്ചയായിട്ടും നമ്മൾ ഈ കാണുന്ന നമ്മൾ മെയിൻ റോഡിൽ നിന്ന് വരുന്ന ഈ വഴി പോലും മുട്ടോളം വെള്ളവും ചെളിയായി കിടന്നിടത്തുന്ന അതും ഡോക്ടർ ഷെരുമോൻ സാറാണ് ഇത്രയും ഈ റോഡിലേക്ക് രൂപാന്തരപ്പെടുത്തി തന്നത്. അത് നമ്മുടെ ഇത്രയും ഈ പടിഞ്ഞാറ് ഏരിയയിലൊക്കെയുള്ള ഒരുപാട് പേരാണ് അത് ഉപയോഗിക്കുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, അപ്പൊ ഇത്രയും കൊച്ചിയിലുള്ള ഇത്രയും വലിയ കമ്പനി നടത്തുന്ന ഈ ഒരു സാറ് ഇവിടെ വന്ന് കണ്ടപ്പോൾ ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഇവിടുന്ന് വിറ്റുപറക്കി പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇത്രയും കോടികളുണ്ടെന്ന് ഇവിടെ ഇറക്കാൻ ധൈര്യപ്പെട്ടല്ലോ, അതെങ്ങനെയായിരിക്കും? സാറിൽ വന്ന് കാണുമ്പോൾ തന്നെ ഇപ്പൊ ചെളിയാന്ന് പറഞ്ഞില്ലേ, നടന്നു വരുന്ന സ്ഥലം മുഴുവൻ ചെളിയാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യാൻ അദ്ദേഹം കാണിച്ചൊരു ധൈര്യം ഉണ്ടല്ലോ, അതായിരിക്കും ആൾക്കാരെല്ലാം ചിന്തിക്കുന്നത്. എങ്ങനെയായിരിക്കും ഇത്രയും കോടികളുണ്ടോ ഈ ഒരു സ്ഥലത്ത്? അത് എന്നിലുള്ള സാറിനുള്ള വിശ്വാസതയും നാടിനോടുള്ള കമ്മിറ്റ്മെന്റും അതെല്ലാം കൊണ്ടായിരിക്കണം ഒരു പക്ഷെ അതൊരു നിമിത്തം പോലെ വന്നുപെട്ടതാണ്. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഇപ്പൊ മൺട്രോത്തുരുത്തിൽ ഇത്രയും വലിയൊരു സ്ഥാപനം ഉണ്ടാകാൻ കൊച്ചിയിൽ നിന്ന് വന്ന അദ്ദേഹവും വെൽഫുഡ് ഗ്രൂപ്പ്സ് ഒരു കാരണമായി. അതിനൊരു നിമിത്തം രഞ്ജിത്ത് അണ്ണനും ശ്രീലത ചേച്ചിയായി മാറി. നേരിട്ട് 26ഓളം പേര് ഇവിടെ ജോലി ചെയ്യുന്നു. അതുപോലെ ഇൻഡയറക്റ്റ് ആയിട്ട് വള്ളക്കാര്, ബോട്ടുകാര്, കടക്കാര്, അങ്ങനെ ഒരുപാട് പേര്, ഏകദേശം 100 ഇവിടെ ജോലി ചെയ്യുന്നവരെല്ലാം മൺട്രോത്തുരുത്തുകാരാണല്ലോ. ഇവിടുത്തെ കൺസ്ട്രക്ഷൻ വർക്കുകളാണെങ്കിൽ പോലും ഡെയിലി ഇവിടുത്തെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെയുള്ള ആൾക്കാർക്കെല്ലാം പറഞ്ഞല്ലോ പരോക്ഷമായിട്ടും നേരിട്ടും ജോലി കൊടുക്കുന്നുണ്ട്. സാറിന് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, നാട്ടിലുള്ള ജോലിക്കാരില്ലെങ്കിൽ മാത്രം പുറത്തുനിന്ന് വിളിച്ചാൽ മതി എന്ന് സാർ ഇപ്പോഴും പറയുന്നത്. പക്ഷെ അതിൻ്റെതായ പോരായ്മകൾ നമുക്കുണ്ട്. നമ്മൾ ഈ ചില ജീവിതത്തിന്റെ ചില പേജുകൾ നമ്മൾ ചിലപ്പോൾ കീറി കളയേണ്ടി വരും, ചില പേജുകൾ നമ്മൾ ഓർമ്മിച്ചെടുക്കേണ്ടി വരും, ചിലത്ത് നമ്മളെ സങ്കടപ്പെടുന്ന പേജുകൾ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ അതൊന്ന് ഓർമ്മിച്ചെടുക്കും. ചിലര് നമ്മളെ വല്ലാതെ ജീവിതത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ വന്നത് വഴി ഇപ്പൊ റോഡാണെങ്കിൽ തന്നെ ചെറിയൊരു നടപ്പാത അല്ലായിരുന്നു ഇവിടെ. നമ്മൾ ആദ്യം കാലങ്ങളിൽ വരുന്ന സമയത്ത് ആ റെയിൽവേ ക്രോസിന് മുന്നിട്ട്, അതായത് റോഡിൽ നിന്ന് ഇവിടെ എത്തുന്നിടം വരെ ഒരു ചെറിയ വഴിയായിരുന്നു. പക്ഷെ ഇപ്പൊ അത് വലിയൊരു വണ്ടി വന്ന് കയറി വരാൻ പറ്റുന്ന ഒരു പാകത്തിനുള്ള വഴിയായി മാറി. അതും ഇങ്ങനെ ഒരു സ്ഥാപനം വന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇത്രയും പേർക്ക്, ഒരു 10-30 പേർക്ക് ജോലി കൊടുക്കാൻ പറ്റിയതും ഈ ഒരു നാടിന്റെ വികസനമാണല്ലോ ലക്ഷ്യമിടുന്നതും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാട് മൊത്തം ഇപ്പം ബെൽഫാംസ് അറിയാത്തതായിട്ട് ആരുമില്ല. ഇങ്ങനെ ഒരു റിസോർട്ട് ഇവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മൺട്രോത്തുരുത്ത് ഇത്രയും വികസിച്ചതും ബെൽഫാംസ് ഇവിടെ വന്നതുപോലെ. അപ്പൊ ഈ നാട്ടുകാരെങ്ങനെയാ ഈ ബെൽഫാംസിനോട് അവരുടെ സപ്പോർട്ട് ഉണ്ടോ? ഇപ്പൊ ഏതൊരു സ്ഥാപനവും നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ നാട്ടുകാരുടെ സപ്പോർട്ടും കൂടെ വേണമല്ലേ. പഞ്ചായത്തിന്റെ ആണെങ്കിലും ഗവൺമെന്റിന്റെ ആണെങ്കിലും എല്ലാം ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കണമല്ലോ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാ, അങ്ങനെ അവരിൽ നിന്നൊരു സപ്പോർട്ടാണോ കിട്ടുന്നത്, അതോ ഒരു പ്രതികൂലമായ സാഹചര്യങ്ങളൊക്കെ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? രഞ്ജിത്താണ്ടൻ തന്നെയാണല്ലോ അതിന് മറുപടി പറയേണ്ടത്. ബാങ്കും നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകൾ, ഒഫീഷ്യലായിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും നമുക്ക് ഇത് കണ്ടു കഴിയുമ്പോൾ, ഒരു ഫാം ടൂറിസം ആണല്ലോ, കണ്ടു കഴിയുമ്പോൾ അവരൊക്കെ നല്ല സപ്പോർട്ടാണ്. ഡിപ്പാർട്ട്മെന്റ് തലങ്ങളെല്ലാം നല്ല സപ്പോർട്ട്. പക്ഷെ ഏത് നാട്ടിലും ഉണ്ടാവുമല്ലോ ഈ കുശുമ്പും കുന്നായ്മയും ഒക്കെ ഉള്ള ആൾക്കാർ. അവര് നമ്മളെ ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മളത് ഇങ്ങനെ അതിനെ എല്ലാം തരണം ചെയ്ത്, അതാണല്ലോ അതിജീവനം. നമ്മൾ അതിജീവനമാണ്, ഇതിനെയും നമ്മൾ അതിജീവിക്കുന്നു. ഇവരിപ്പോ ചിന്തിക്കാത്തൊരു കാര്യം, ഇന്ന് എങ്ങനെയോ കിടന്ന ഒരു സ്ഥലത്തെയാണ് എവിടെ നിന്നോ ഒരു സാറ്, അദ്ദേഹത്തിന് കൊച്ചിയിലുള്ള ആ ഒരു സ്ഥാപനത്തിനോ ആ സാറിനോ മൺട്രോത്തുരുത്തുമായി ഡയറക്റ്റ് യാതൊരു ബന്ധവുമില്ല, മൺട്രോത്തുരുത്തിലുള്ള ജനങ്ങളോട് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല. പക്ഷേ അല്ലെങ്കിൽ കേരളത്തോട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടൂറിസം വികസനത്തിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ട് മാത്രമായിരിക്കണമല്ല സാർ ഇവിടെ വന്ന് 6 കോടിയോളം രൂപ, ലക്ഷങ്ങളൊന്നും അല്ല, പുറം കോടികൾക്കപ്പുറം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഇൻവെസ്റ്റ് ചെയ്ത കാശ് ഇന്ന് കിട്ടുമോ, അല്ലെങ്കിൽ നാളെ കിട്ടുമോ, അല്ലെങ്കിൽ വർഷങ്ങൾക്കപ്പുറം അദ്ദേഹത്തിന് തിരിച്ചു കിട്ടും? ഇല്ല. മറിച്ച് ഇങ്ങനെ ഒരു നാട് വികസിക്കണം, ടൂറിസം വളരണം എന്നുള്ള ഒറ്റ കാഴ്ചപ്പാടിന്റെ പുറത്താണ് സാർ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നാട്ടുകാരും ഇപ്പൊ നിങ്ങളെപ്പോലെ, നിങ്ങൾ രണ്ടുപേരും ഫുൾ ടൈം നിങ്ങളുടെ സ്വന്തം സ്ഥലമാണ് ബെൽഫുഡ്സ്, നിങ്ങൾ സ്വന്തമായി കാണുന്നത് കൊണ്ടാണ്, ആത്മാർത്ഥമായി വർക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് അന്ന് എങ്ങനെയോ ഉണ്ടായിരുന്ന ബെൽഫുഡ്സ് ഇപ്പം ഈ ഒരു റിസോർട്ട് ഇങ്ങനെയായി മാറിയത്. അപ്പം പ്രവാസിയായ ഒരു മനുഷ്യൻ നമ്മുടെ നാടിനോട് ചെയ്ത ഈ ഒരു ആ ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. ഈ 6 കോടി രൂപ ഒരിക്കലും നമ്മളിത് പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടില്ല. ഈ ഒരു പ്രൊജക്റ്റ് നമുക്കറിയാൻ പറ്റും. ഈ പെരുമൺ പാലം, കണ്ണങ്കാട് പാലം ഒക്കെ തീർന്ന് ആ ഒരു കണക്ടിവിറ്റി, ടൗൺ ഏരിയ ആയിട്ടുള്ള കണക്ടിവിറ്റി വന്നു കഴിയുമ്പം ആ പ്രോഫിറ്റിലേക്ക് എത്തും. പിന്നെ ബേസിക് ആയിട്ട് സീ ഫുഡ് എക്സ്പോർട്ടാണ് നമുക്ക് ബെൽഫുഡ്സ് ഗ്രൂപ്പ് 40-45 രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ ആ ഒരു ബന്ധങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെയും ഈ ഒരു ടൂറിസം വികസിപ്പിക്കാനായിട്ട് പ്രയോജനപ്പെടുത്തുന്നത്. അത് നമ്മുടെ ഒരുപാട് പേര് നമ്മൾ നാട്ടിൽ തന്നെ അറിയാനുണ്ട് ആ ഒരു ബന്ധങ്ങൾ. നമ്മളിപ്പോൾ ഒരു 30,000 രൂപ മുടക്കി ഒരു പരസ്യം ചെയ്താൽ അതിൻ്റെ ഒരു
5% ബെൽഫാംസിന് പ്രയോജനപ്പെടുന്നത്. ബാക്കി മൺട്രോത്തുരുത്തിലെ എല്ലാവർക്കും ആയിരിക്കും പ്രയോജനപ്പെടുന്നത്. അതൊക്കെ നമ്മുടെ ഈ നാട്ടിൽ അറിയേണ്ടതാണ്. മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ്. ഒരു ടൂറിസം കേന്ദ്രമാണല്ലോ, അതുകൊണ്ട് തന്നെ ഇന്നും ആളുകൾ വരണമെന്നില്ല. ഇപ്പം എന്തെങ്കിലും ഫെസ്റ്റിവൽ സീസൺ ആണെങ്കിൽ മാത്രം, ഇപ്പൊ ഓണത്തിന് എല്ലാ ദിവസവും നല്ല പാക്കേജുകൾ കാണും, ഒരുപാട് ആൾ കാണും. പക്ഷെ ഓഫ് സീസൺ ആകുമ്പോൾ ആള് കുറവായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും ജീവനക്കാരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക? അതിന് കാരുണ്യവാനായ ഡോക്ടർ ഷെറിമോൻ സാറിനോട് തന്നെ കടപ്പെട്ടിരിക്കും. കാര്യം ബെൽഫുഡ്സ് ഗ്രൂപ്പിന്റെ അവിടെ നിന്നുള്ള പൈസയാണ് നമുക്കിവിടെ സാലറി ആയിട്ട് വരുന്നത്. ഓരോ ദിവസവും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് അങ്ങനെയാണ്. ഈ ഒരു സ്ഥാപനം വന്നിരിക്കുന്ന നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പം ബെൽഫാമിലേക്ക് ആൾക്കാർ വരുമ്പോൾ അവർ മൺട്രോത്തുരുത്തിലേക്കാണ് വരുന്നത്. ബെൽഫാമിൽ മാത്രമല്ല, ഒരു 2 പേര് വന്നാലും ഒരു 4 പേര് വന്നാലും അതൊരു കുടുംബമായിരിക്കും. അവരൊരു നാട്ടിൽ നിന്നായിരിക്കും വരുന്നത്. ആ ഒരു നാട്ടിൽ നിന്നും മൺട്രോത്തുരുത്തിലേക്ക് എത്തുമ്പം, അല്ലെങ്കിൽ ഇപ്പൊ അവരൊരു ഫോട്ടോ എടുത്ത് ഷെയർ ചെയ്യുന്നു, അതിലൂടെ മൺട്രോത്തുരുത്ത് മൊത്തത്തിലാണ് വികസിക്കുന്നത്. ഒരിക്കലും ബെൽഫാം മാത്രമല്ല, ബെൽഫാമിലേക്ക് ഒരാളാ വരുമ്പോൾ അത് മൺട്രോത്തുരുത്തിലേക്ക് എത്തുന്ന ആളാ. ഒരാളിലൂടെ അവരുടെ നാട് മൊത്തം അറിയും മൺട്രോത്തുരുത്തിനെ കുറിച്ച്. അത് ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. ഒരു നാടിന്റെ വികസനമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. അപ്പൊ ഈ ബെൽഫാംസ് പോലുള്ള ഒരു സ്ഥാപനത്തിന്റെ ഫുൾ ഉത്തരവാദിത്വം ഇദ്ദേഹത്തിലേക്ക് കൊടുത്തപ്പം ചേച്ചി എങ്ങനെയാണ് അത് കണ്ടത്? ഇത്രയും വലിയൊരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾ 2 പേരും കൂടെ എനിക്ക് തോന്നുന്നു കുറച്ചങ്ങ് ഷെയർ ചെയ്തങ്ങ് വാങ്ങിച്ചു. അങ്ങനെയാണല്ലോ ശ്രീലത ചേച്ചി ഇവിടേക്ക് എത്തുന്നത്. അത് ഇപ്പൊ അങ്ങനെയാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ഓരോന്ന് എന്നെ ഏൽപ്പിച്ച് അങ്ങനെ ഞാൻ ആ ഉത്തരവാദിത്തങ്ങളൊക്കെ സ്വയം ഏറ്റെടുത്ത് അങ്ങനെ അണ്ണന് കുറച്ച് ഫ്രീ ആയിട്ട് അടുത്ത പ്രൊജക്റ്റിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അവസരം കൊടുത്തുകൊണ്ട് ബാക്കിയുള്ള ഇവിടുത്തെ ഡെയിലി വരുന്ന ഓരോ കാര്യങ്ങളിൽ ഞാൻ തന്നെ ജോലി ഷെയർ ചെയ്തു അങ്ങനെ തന്നെ മുന്നോട്ട് വരുമായിരുന്നു. നമ്മള് അങ്ങേയറ്റം നിന്ന ആൾക്കാർ ഫാമിലി ആയിട്ട് ഇവിടെ എൻഗേജ്ഡ് ആയി. നിങ്ങളുടെ ഫുൾ ആത്മാർത്ഥത എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ടാണ്. പിന്നെ നല്ല സ്റ്റാഫ്. അതെ, എപ്പോഴും ബെൽഫാമിനെ കുറിച്ച് പറയുമ്പോൾ ആൾക്കാർ പറയും നല്ല കസ്റ്റമർ സർവീസ് ആണ്. ഇവിടെ വരുന്ന എല്ലാ സ്റ്റാഫുകളുടെയും ബിഹേവിയർ വളരെ നല്ലതാണ്. നല്ല സർവീസ് കിട്ടുന്നുണ്ട്. നല്ല സാർ എന്നും എപ്പോഴും സംസാരിക്കുന്നത് ഹോസ്പിറ്റാലിറ്റി രംഗത്ത് നമ്മളൊരു പ്രത്യേക യൂണിറ്റ് എപ്പോഴും നല്ല വിശ്വാസ്യത. എപ്പോഴും ആ ഒരു ഗസ്റ്റ് വന്നാലും അവർ നല്ലതെന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ആ ഒരു ആത്മാഭിമാനമാണ് സാറിന് ഇന്നുള്ള പ്രതിഫലം എന്ന് പറയുന്നതിനകത്തുള്ളത്. എപ്പോഴും ഇന്ന് വരെ ഇങ്ങനെ ബെൽഫാമിൽ വന്ന നെഗറ്റീവ് റിവ്യൂസ് വന്നായിട്ട് എനിക്ക് അറിയില്ല. എല്ലാവരും നല്ലത് മാത്രമേ പറയാറുള്ളൂ. എവിടെ ചെന്നാലും ബെൽഫാംസിനെ കുറിച്ച് അറിയാവുന്നവരാ കൂടുതൽ. ഒരിക്കലെങ്കിലും ഇവിടെ വന്നു പോയിട്ടുള്ളവരായിരിക്കും കൂടുതലും ഉള്ളത്. പിന്നെ ഫുഡ്, ഇപ്പൊ ഷെഫിന്മാരുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം നമ്മുടെ നാട്ടും പുറത്തുകാർ തന്നെ ആയതുകൊണ്ടും നാടിന്റെ രുചിയും നാടൻ ഫുഡും ഒക്കെ ആയിട്ട് നാടൻ ഫുഡ് കഴിക്കാനായിരിക്കുമല്ലോ എല്ലാവരും മൺട്രോത്തുരുത്തിലേക്ക് വരുന്നത്. ഇവിടുത്തെ നാടിന്റെ ഭംഗിയും നാടൻ ഫുഡും ഒക്കെ ആസ്വദിച്ച് പോകാനായിരിക്കും. പിന്നെ മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് നിങ്ങൾ എപ്പോഴും ഇവിടുത്തെ ഒരു നേച്ചറിന്റെ ഭംഗി, പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഒരു ആർക്കിടെക്ചറും ഇവിടുത്തെ കൃഷിയും മുന്നിട്ട് നിൽക്കുന്ന ചേച്ചിയാണല്ലോ. കൃഷിയും കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് നല്ല ഫാമാണല്ലോ. ഫാമില് ഇതെല്ലാം വേണമല്ലോ, കൃഷിയും ചെടികളും എല്ലാം ഭംഗി. അതിന് നവംബർ 18, 2022 നവംബർ 18 നമ്മൾ ഉദ്ഘാടനം ചെയ്ത് ബെൽഫാംസ് എന്ന ഈ സ്ഥാപനം. അത് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം നമ്മൾ ഒരുപാട് മനസ്സിൽ തട്ടിയ പോയ ഒരുപാട് കാര്യങ്ങളുണ്ട്. കുറെ വിഷമങ്ങളും കുറെ നല്ല അനുഭവങ്ങളും സന്തോഷം നിറഞ്ഞ കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ 4 വർഷം നവംബർ 18 തികയും. ഈ 4 വർഷത്തിനുള്ളിൽ നമ്മൾ വേദനകളും എല്ലാം കടന്നുപോയി ഓരോന്നും തരണം ചെയ്ത് നമ്മൾ അതിജീവനം എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നത് അതിജീവനം. അതുപോലെ തന്നെ ഈ 4 വർഷവും അതൊരു അതിജീവനം. നമ്മൾ ഇപ്പോഴും നമ്മളതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഈ നിമിഷം പോലും, ഈ കഴിഞ്ഞ മാസം വരെ പോലും നമുക്ക് ഉണ്ടായ അനുഭവങ്ങളാണ്. പുറമേ നിന്ന് കാണുമ്പോൾ വലിയൊരു സ്ഥാപനം, ഒരുപാട് ജോലിക്കാർ, എപ്പോഴും ആൾക്കാർ കാണുന്നവർക്ക് എന്താ അവർക്ക് പ്രശ്നം? അങ്ങനെ ഒരു പ്രശ്നം കണ്ടാൽ ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ നമ്മൾ ഒരു നീറ്റിലാണെങ്കിൽ പിന്നെ ഒരു സന്തോഷം. അങ്ങനെയാണ് ഈ 4 വർഷം ഞങ്ങളുടെ അനുഭവം. ഈ അനുഭവം അങ്ങനെ ഈ 4 വർഷത്തെ എനിക്കതാ മെയിനായിട്ട് പറയാം. നമ്മുടെ നാട്ടിലെ ചിലരെ കൊണ്ടാണ്, അല്ലാതെ പുറത്തുനിന്നുള്ള ആരെയും കൊണ്ടല്ല. ചില നാട്ടിലുള്ള പോലെ തന്നെ ഇവിടെയും ചില ആൾക്കാരുണ്ടാവുമല്ലോ, എവിടെയും ഉണ്ടാവും. അതൊക്കെ നമ്മൾ തരണം ചെയ്യും. അതിനെയും നമ്മൾ കാലം അതാണല്ലോ, നീതിമാനല്ലോ. ഇവിടം വരെയൊക്കെ എത്താൻ കഴിഞ്ഞെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി ഇത്രയൊക്കെ നിങ്ങളിൽ വിശ്വസിച്ച് ഈ ഒരു നാടിന് വേണ്ടി ഇത്രയും വലിയൊരു എഫേർട്ട് എടുക്കാൻ ആ സാറ് തുനിഞ്ഞു വന്നിരിക്കുന്നത് നിങ്ങളോടുള്ള വിശ്വാസം, ഏറ്റവും കൂടുതൽ നിങ്ങളോടുള്ള വിശ്വാസം
പിന്നെ ഈ നാട് പ്രത്യേകിച്ച് കേരളം നല്ല വികസിക്കണം, ടൂറിസം വികസിക്കണം. അതുപോലെ തന്നെ ഇത്രയും ഭംഗിയുള്ളൊരു നാട് എല്ലാവരിലേക്ക് എത്തണം. ഇപ്പം ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ സ്ഥലമാണ് മൺട്രോത്തുരുത്ത്. അപ്പം അതിൽ നിന്നൊക്കെ കൂടുതൽ ഒരുപാട് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരാണ് ഒന്നും കൂടുതൽ അറിയാത്തെ. ഒരുപാട് ദൂരെയുള്ള ആൾക്കാരാണ് മൺട്രോത്തുരുത്തിലേക്ക് കൂടുതൽ വരുന്നത്. സാറ് പുറത്ത് നിന്നാലും നാട്ടിൽ വന്നാലും എവിടൊക്കെ മന്ത്രിമാരായാലും എല്ലാരും ഉണ്ടെങ്കിൽ നമ്മുടെ മൺട്രോത്തുരുത്തിനെ കുറിച്ചും ടൂറിസത്തെ കുറിച്ചും ഒക്കെ പോയി സംസാരിച്ച് സാർ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് മൺട്രോത്തുരുത്തിനെ കുറിച്ച്. ഏത് രാജ്യത്ത് പോയാലും ഏത് രാജ്യത്ത് പോയാലും സാർ ആദ്യം സംസാരിക്കുന്നത്. അത്ര സാറിന് ഇഷ്ടമായി ഈ മൺട്രോത്തുരുത്ത്. നിമിഷം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെയാണ് ഇരിക്കുന്നത്. കാര്യം നമുക്ക് നല്ലൊരു ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ PC വിഷ്ണുദാസ് സാറിനെ നല്ലൊരു വിശ്വാസമുണ്ട്. കാര്യം മൺട്രോത്തുരുത്തിനെ കുറിച്ച് പുള്ളിക്ക് നല്ല ബോധ്യമുണ്ട് അദ്ദേഹത്തിന്. അതുകൊണ്ട് നല്ല ഏറെ പ്രതീക്ഷയോടെയാണ് നമ്മൾ ഇതിനെ നോക്കി കാണുന്നത്. അത് നമ്മള് നമ്മുടെ നാട്ടിലുള്ളവർ വികസനം നടക്കുമെന്ന് തന്നെ വിശ്വസിക്കാം. ടൂറിസം മേഖലയിൽ നല്ലൊരു വികസനം പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും. അപ്പോൾ നമ്മുടെ ബെൽഫുഡ്സ് ഗ്രൂപ്പ്, കൊച്ചി ബെൽഫുഡ്സ് ഗ്രൂപ്പിനും എസ്പെഷ്യലി നിങ്ങളുടെ ഷെറിമോൻ സാറിനും ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ കൊണ്ടുവന്നതിൽ വളരെയധികം നന്ദി. അതോടൊപ്പം ഈ ബെൽഫാംസ് ഇനി ഒരുപാട് വളരട്ടെ. 14 റൂം എന്ന് പറഞ്ഞു, ഇനി ഒരുപാട് റൂമുകൾ, വാട്ടർ കോട്ടേജുകളൊക്കെ ഒരുപാട് വരട്ടെ. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. അപ്പം ഈ ഓണം വേളയിൽ എല്ലാവർക്കും ഓണാശംസകൾ. ഹാപ്പി ഓണം.